നമസ്കാരം, മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സൗദിയിലേക്ക് വരുന്ന ഉംറ തീർത്ഥാടകർക്കും മക്ക മദീന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നവർക്കും വാക്സിനേഷൻ നിർബന്ധമെന്ന ഉത്തരവ് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി പിൻവലിച്ചു. വിമാന കമ്പനികൾക്ക് സർക്കുലർ അയച്ചു. കുവൈറ്റിൽ സാലറി അക്കൗണ്ട് ഒഴികെയുള്ള അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഫീസ് ഈടാക്കരുതെന്ന് കുവൈറ്റ് സെൻട്രൽ ബാങ്ക്. നടപടി അക്കൗണ്ട് ബാലൻസ് 100 ദിനാറിൽ കുറവാണെങ്കിൽ പ്രതിമാസം 2 ദിനാർ ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ. യുഎസിൽ കുടിയേറ്റ നയത്തിന്റെ ഭാഗമായി ഇന്ത്യക്കാരെ തിരിച്ചയച്ച സംഭവത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് പാർലമെന്റിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്ക ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത് ആദ്യമായല്ലെന്നും മുൻപും വിലങ്ങുവച്ചിട്ടുണ്ടെന്നും മന്ത്രിയുടെ ന്യായീകരണം. വിശദീകരണം തൃപ്തികരമല്ലെന്ന് പ്രതിപക്ഷം. കടുത്ത മനുഷ്യാവകാശ ലംഘനമെന്ന വിമർശനം. നാടുകടത്തൽ തുടരുമെന്ന് അമേരിക്ക. CSR ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രതി അനന്തകൃഷ്ണൻ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ. കേസിൽ പ്രാഥമിക വിവരങ്ങൾ തേടി ഇഡി. അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയത് ലാലി വിൻസെന്റ് എന്ന 2ാം പ്രതി സായ് ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ. ട്രസ്റ്റിന് ഫണ്ട് വാഗ്ദാനം ചെയ്തുവെന്നും ഇടപാട് നടന്നില്ലെന്നും ആനന്ദകുമാർ. ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. കനത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന ബജറ്റ് നാളെ. നികുതിയേതര വരുമാന വർധനവിനുള്ള മാർഗങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന. തനത് വരുമാനം ഉയരാത്തത് പ്രധാന വെല്ലുവിളി. ഇടത് സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ. കിഫ്ബി ടോൾ പിരിവ് അനിവാര്യമെന്ന് തോമസ് ഐസക്. ടോൾ ബൂത്ത് അടിച്ചു തകർക്കുമെന്ന് VD സതീശൻ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിൽ ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയം. ശുഭ്മാൻ ഗിൽ, ശ്രേയസ് അയ്യർ, അക്സർ പട്ടേൽ എന്നിവർക്ക് അർദ്ധ സെഞ്ചുറി. സൗദിയിലേക്ക് വരുന്ന ഉംറ തീർത്ഥാടകരും മക്ക മദീന തുടങ്ങിയ പുണ്യസ്ഥലങ്ങൾ, ജിദ്ദ, ത്വായിഫ് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനെത്തുന്നവരും വാക്സിനേഷൻ നിർബന്ധമാണെന്ന മുൻ ഉത്തരവ് പിൻവലിച്ചതായി സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അഥവാ ഖാക്ക. ഇത് സംബന്ധിച്ച് വിമാന കമ്പനികൾക്ക് സർക്കുലർ അയച്ചു. പകർച്ചവ്യാധി തടയുക എന്ന ലക്ഷ്യത്തോടെ സൗദി ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം 1 വയസ്സിന് മുകളിലുള്ള മുഴുവൻ തീർത്ഥാടകർക്കും വാക്സിൻ നിർബന്ധമാക്കിക്കൊണ്ട് ജനുവരി 7-ന് അതോറിറ്റി വിമാന കമ്പനികൾക്ക് അയച്ച സർക്കുലർ പിൻവലിക്കുന്നതായാണ് പുതിയ അറിയിപ്പ്. കുവൈറ്റിൽ സാലറി അക്കൗണ്ട് ഒഴികെയുള്ള മറ്റ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഫീസ് ഈടാക്കരുതെന്ന് കുവൈറ്റ് സെൻട്രൽ ബാങ്ക്. അക്കൗണ്ട് ബാലൻസ് 100 ദിനാറിൽ കുറവാണെങ്കിൽ സജീവമല്ലാത്ത അക്കൗണ്ടുകളിൽ നിന്ന് പ്രതിമാസം 2 ദിനാർ ഈടാക്കുന്നതായി കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സെൻട്രൽ ബാങ്കിന്റെ ഇടപെടലുണ്ടായിരിക്കുന്നത്. വിവിധ സമ്മാന പദ്ധതികളുടെ ഭാഗമായും മൈനർ അക്കൗണ്ടായും തുറന്ന അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിശ്ചിത സംഖ്യയിൽ കുറവാണെങ്കിൽ 2 ദിനാർ ഫീസ് ഈടാക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ചില ബാങ്കുകൾ അവരുടെ ശാഖകളിലെ ഉപഭോക്താക്കളുടെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ പേരിൽ നിശ്ചിത ഫീസ് ഈടാക്കുന്നതിനും നിരോധനം ബാധകമാണ്. കുവൈറ്റിൽ വാട്ടർ പിസ്റ്റളുകളുടെയും വാട്ടർ ബലൂണുകളുടെയും വിൽപ്പന നിരോധിച്ചു. വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. തീരുമാനം നടപ്പിലാക്കുന്നതിന് ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും നിർദ്ദേശം നൽകി. രാജ്യത്ത് എല്ലാ വർഷവും ഡിസംബർ ആരംഭം മുതൽ മാർച്ച് അവസാനം വരെ വാട്ടർ പിസ്റ്റളുകളുടെയും വാട്ടർ ബലൂണുകളുടെയും വിൽപ്പന നിരോധിക്കാറുണ്ട്. ഫെബ്രുവരി 25-26 ദിവസങ്ങളിൽ നടക്കുന്ന ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ആഘോഷങ്ങളുടെ ഭാഗമായി വാട്ടർ പിസ്റ്റളുകളും ബലൂണുകളും ഉപയോഗിച്ച് അപകടകരമാകുന്ന തരത്തിൽ കുട്ടികളും മുതിർന്നവരും പൊതുജനങ്ങൾക്ക് നേരെ വെള്ളം ചീറ്റുന്ന പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. ഇത് ഒഴിവാക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നിരോധനം. 2024 UAEയുടെ വിദേശ വ്യാപാരം 3 ട്രില്യൺ ദിർഹം കടന്നു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് നിർണായക നേട്ടം സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ പങ്കുവച്ചത്. UAE രാഷ്ട്രപതി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറുകൾ ഉൾപ്പെടെ ഈ നേട്ടത്തിന് കാരണമായെന്നും അദ്ദേഹം കുറിച്ചു. സെപ കരാറുകൾ നടപ്പിലായതോടെ പങ്കാളിത്ത രാജ്യങ്ങളുമായി 135 ബില്യൺ ദിർഹത്തിന്റെ എണ്ണ ഇതര വ്യാപാര ഇടപാടുകൾ നടന്നു. 2031ഓടെ 4 ട്രില്യൺ ദിർഹം എന്ന ലക്ഷ്യത്തോടെയാണ് UAE മുന്നോട്ടു പോകുന്നതെന്നും ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി.
ദുബായ് സന്ദർശകരുടെ പ്രധാന വിനോദ കാഴ്ചകളിലൊന്നായ ദുബായ് ഫൗണ്ടൻ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു. അറ്റകുറ്റപ്പണികൾക്കും പുതുക്കലിനുമായി ദുബായ് ഫൗണ്ടൻ 5 മാസത്തോളം പ്രവർത്തിക്കില്ല എന്ന് നടത്തിപ്പുകാരായ MR അറിയിച്ചു. ദുബായ് ഡൗൺ ടൗണിൽ ബുർജ് ഖലീഫയ്ക്ക് ചുവട്ടിലായി സജ്ജീകരിച്ചിരിക്കുന്ന ദുബായ് ഫൗണ്ടൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെർഫോമിംഗ് ഫൗണ്ടനാണ്. സംഗീതത്തിനും പ്രകാശവിന്യാസത്തിനും അനുസരിച്ച് നൃത്തം വയ്ക്കുന്ന ജലധാര കാഴ്ചക്കാരുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്ന കാഴ്ചാനുഭവമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ സുന്ദരമായ ജലധാര പ്രകടനവും ശബ്ദ പ്രകാശ വിന്യാസവുമായി മെയ് മാസത്തോടെ ദുബായ് ഫൗണ്ടൻ പ്രവർത്തന സജ്ജമാകുമെന്ന് MR അറിയിക്കുന്നു. OICC മക്കയുടെ ആഭിമുഖ്യത്തിൽ പൈലറ്റ് സ്റ്റുഡന്റ് മറിയം ജുമാനയുമായി കോഫി വിത്ത് മറിയം ജുമാന എന്ന പേരിൽ മക്കയിലെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ചാറ്റ് ഷോ സംഘടിപ്പിച്ചു. കുഞ്ഞുമോൻ കാക്കിയ ഉദ്ഘാടനം ചെയ്തു. നൌഷാദ് പെരുന്തല്ലൂർ അധ്യക്ഷത വഹിച്ചു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച താൻ എങ്ങനെയാണ് കരിയർ പടുത്തുയർത്തി സ്റ്റുഡന്റ് പൈലറ്റായി മാറിയതെന്ന് ജുമാന വിശദമായി സംസാരിച്ചു. മാതാപിതാക്കളോടൊപ്പം ഉംറയ്ക്കായി മക്കയിലെത്തിയതായിരുന്നു മറിയം ജുമാന. റഹീഫ് കണ്ണൂർ ഉപഹാരം കൈമാറി. സലീം കണ്ണനാക്കുഴി, ലസ്ന നിയാസ്, റിഹാബ്, റഹീഫ്, ഹബീബ് കോഴിക്കോട് എന്നിവർ സംസാരിച്ചു. ഫസീഹ ഫിറോസ്, റഫീഖ് കണ്ണൂർ എന്നിവർ നേതൃത്വം നൽകി. കാഴ്ചക്കാരുടെ മനം കവരുന്ന പ്രകാശ വിന്യാസമൊരുക്കി ഷാർജ ലൈറ്റ്സ് ഫെസ്റ്റിവലിന് തുടക്കമായി. ഫെബ്രുവരി 5 മുതൽ 23 വരെ 18 ദിവസങ്ങളായി ഷാർജയിലെ 12 ഇടങ്ങളിലാണ് ലൈറ്റ് ഫെസ്റ്റിവൽ അരങ്ങേറുന്നത്. പ്രകാശം നമ്മെ ഒരുമിപ്പിക്കുന്നു എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ പ്രകാശോത്സവം അരങ്ങേറുന്നത്. ഷാർജ റിസർച്ച് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പാർക്ക്, അൽ റാഹിസ പാർക്ക്, ഷാർജ മോസ്ക്, അൽ ദൈദ് ഫോർട്ട്, യൂണിവേഴ്സിറ്റി സിറ്റി ഹാൾ, അൽ മജാസ് വാട്ടർ ഫ്രണ്ട് എന്നിങ്ങനെ 12 സ്ഥലങ്ങളിലാണ് ലൈറ്റ് ഫെസ്റ്റിവൽ കാണാനാവുക. റിയൽ കേരള സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് വെള്ളിയാഴ്ച ആരംഭിക്കുമെന്ന് ക്ലബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 ആഴ്ച നീണ്ടുനിൽക്കുന്ന ടൂർണമെന്റിൽ 14 ടീമുകൾ മത്സരിക്കും. ഫെബ്രുവരി 7, 14, 21 തീയതികളിൽ ജിദ്ദ ഖാലിദ് ബിൻ വലീദിലെ റസൂഖ് സ്റ്റേഡിയത്തിൽ രാത്രി 8-ന് മത്സരങ്ങൾ ആരംഭിക്കും. വെള്ളിയാഴ്ച രാത്രി 7:30 നടക്കുന്ന ടൂർണമെന്റ് ഉദ്ഘാടന ചടങ്ങിലും മറ്റു ദിവസങ്ങളിലെ ഇടവേളകളിലും കാണികൾക്കായി വിവിധ കലാപ്രകടനങ്ങളും ആക്ടിവിറ്റികളും ഉണ്ടാകും. വിജയികൾക്ക് 7000 റിയാൽ ക്യാഷ് പ്രൈസും ട്രോഫിയും, 2ാം സ്ഥാനക്കാർക്ക് 3500 റിയാൽ ക്യാഷ് പ്രൈസും ട്രോഫിയും ലഭിക്കും. അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ തിരിച്ചയച്ച സംഭവത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് S. ജയശങ്കർ. അമേരിക്ക ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത് ആദ്യമായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിശദീകരണം തൃപ്തികരമല്ലെന്നും ഭീകരവാദികളെ പോലെ ഇന്ത്യക്കാരോട് പെരുമാറിയത് എന്തിനെന്നും ചോദ്യം ഉന്നയിച്ച് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. അമേരിക്കയിൽ നിന്ന് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ നാടുകടത്തിയതിനെ ചൊല്ലിയാണ് പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളമുണ്ടായത്. അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തി ട്രംപ് ഭരണകൂടം അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കാരെ കൈവിലങ്ങും കാൽച്ചങ്ങലയും അണിയിച്ച് അമൃത്സറിൽ എത്തിച്ചെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. ഇന്ത്യക്കാരെ അപമാനിച്ച് രാജ്യത്ത് എത്തിച്ചിട്ടും കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷ MPമാർ പാർലമെന്റിന് മുന്നിൽ കൈവിലങ്ങണിഞ്ഞ് പ്രതിഷേധിച്ചു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അഖിലേഷ് യാദവ്, KC വേണുഗോപാൽ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ അണിനിരന്നു. വിഷയത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം സർക്കാരിനെതിരെ പ്രതിഷേധിച്ചു. ഇന്ത്യക്കാരെ നാടുകടത്തിയ രീതി ഒരിക്കലും ശരിയായ രീതിയിലല്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. വിഷയം മറ്റൊരു രാജ്യവുമായി ബന്ധപ്പെട്ടതാണെന്നും അത് സർക്കാരിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളതായാണ് മനസ്സിലാക്കുന്നതെന്നുമായിരുന്നു സ്പീക്കർ ഓം ബിർളയുടെ നിലപാട്. പ്രതിപക്ഷ ബഹളം ശക്തമായതോടെ ലോക്സഭയും രാജ്യസഭയും ഉച്ചവരെ നിർത്തിവെച്ചു. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് ആദ്യ സംഭവമല്ലെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വ്യക്തമാക്കി. 2009 മുതൽ അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നുണ്ടെന്നും 2012 മുതൽ US നാടുകടത്തുന്നവരെ വിലങ്ങണിയിക്കാറുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളെയും കുട്ടികളെയും വിലങ്ങിട്ടിരുന്നില്ലെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവനയിലാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇക്കാര്യം വ്യക്തമാക്കിയത്. Engaging the US government to ensure that the returning deportees are not mistreated in any manner during the flight. At the same time, the House will appreciate that our focus should be on strong crackdown on the illegal migration industry, while taking steps to ease visas for the legitimate traveler. സംഭവത്തിൽ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. 40 മണിക്കൂറാണ് ചങ്ങലയാൽ ബന്ധപ്പെട്ടവർ കഴിഞ്ഞിരുന്നതെന്നും നാടുകടത്തപ്പെട്ടവരുടെ വേദന പ്രധാനമന്ത്രി മനസ്സിലാക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. തുടർന്ന് പ്രതിപക്ഷ പ്രതിഷേധത്തോടെയാണ് ഇരു സഭകളും പിരിഞ്ഞത്. അതേസമയം അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തൽ തുടരും എന്ന നിലപാട് അമേരിക്കയും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
അമേരിക്കയിൽ നിന്ന് കയ്യിലും കാലിലും വിലങ്ങിട്ട് ഇന്ത്യക്കാരെ നാടുകടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അമേരിക്കൻ ബോർഡർ പട്രോൾ. അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ സൈനിക വിമാനത്തിൽ തിരിച്ചയക്കാനായെന്ന് അവകാശപ്പെട്ടാണ് അമേരിക്കൻ ബോർഡർ പട്രോൾ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. കൈവിലങ്ങും കാലിൽ ചങ്ങലയുമായി നടന്നു പോകുന്നവരെ ദൃശ്യങ്ങളിൽ കാണാം. ഡൊണാൾഡ് ട്രംപ് ഉപയോഗിക്കുന്ന ഇന്ത്യൻ ഏലിയൻസ് എന്ന വാക്കാണ് ബോർഡർ പട്രോളും ഉപയോഗിച്ചിരിക്കുന്നത്. C-17 ട്രാൻസ്പോർട്ട് വിമാനത്തിൽ 40 മണിക്കൂറിലേറെ നീണ്ട യാത്രയിൽ കൈവിലങ്ങിട്ടും കാലിൽ ചങ്ങലയിട്ടാണ് ഇരുത്തിയതെന്ന് മടങ്ങിയെത്തിയവർ വെളിപ്പെടുത്തിയിരുന്നു. ഗാസ ഏറ്റെടുത്ത് പുനർനിർമ്മിക്കാമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഐക്യരാഷ്ട്രസഭ. അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ പാലിക്കാനുള്ള ബാധ്യത എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടെന്നും അതിർവരമ്പുകൾ ലംഘിക്കരുതെന്നും സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെ സഖ്യകക്ഷി രാഷ്ട്രങ്ങളിൽ നിന്ന് അടക്കം ട്രംപിന്റെ നിലപാടിനെതിരെ വിമർശനമുയർന്നിട്ടുണ്ട്. അതേസമയം ഒരു കാരണം കൊണ്ടും ഗാസ വിട്ടുപോകില്ല എന്ന നിലപാടിലാണ് ഗാസ നിവാസികൾ. തങ്ങളുടെ ജനതയെ മാറ്റാനാകില്ലെന്ന് പലസ്തീനും വ്യക്തമാക്കി. അമേരിക്കൻ മിസൈലുകളാണ് ഗാസയെ തകർത്തു തരിപ്പണം അതിനുശേഷം തകർന്ന കെട്ടിടങ്ങളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് പലസ്തീനികളെ മാറ്റി ഗാസ പുനർനിർമ്മിക്കാമെന്ന് ന്യായീകരിക്കുന്നുവെന്നും അവർ ആരോപിക്കുന്നു. എന്നാൽ അമേരിക്ക എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷം അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സ്മെത്ത് വ്യക്തമാക്കി. ബംഗ്ലാദേശിൽ വീണ്ടും കലാപം. പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെയും അവാമി ലീഗ് പ്രവർത്തകരുടെയും വീടുകൾക്ക് ആൾക്കൂട്ടം തീവെച്ചു. നിലവിൽ ഭരണത്തിലുള്ള ഇടക്കാല സർക്കാരിനെതിരെ നിലകൊള്ളാൻ തന്റെ അനുയായികളോട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന പറഞ്ഞതിന് പിന്നാലെയായിരുന്നു സംഭവം. ബംഗ്ലാദേശിന്റെ സ്ഥാപക നേതാവും ആദ്യ പ്രധാനമന്ത്രിയുമായിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ വസതിയാണ് ആൾക്കൂട്ടം തകർത്തത്. ആയിരക്കണക്കിന് പ്രക്ഷോഭകർ ആയുധങ്ങളും ക്രെയിൻ അടക്കമുള്ള വാഹനങ്ങളിലുമായി എത്തി കെട്ടിടം ഇടിച്ചു നിരത്തി തീവെക്കുകയായിരുന്നു. അവാമി ലീഗ് പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെയും ആക്രമണം നടന്നു. ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി 16-ന് രാജ്യവ്യാപകമായി അവാമി ലീഗ് പ്രതിഷേധം പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 5-ന് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്നിരുന്നു. CSR ഫണ്ട് തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണനെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. മൂവാറ്റുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. കേസിൽ കൂട്ടുപ്രതികൾ ആരൊക്കെയെന്നും രാഷ്ട്രീയ നേതാക്കൾക്ക് അടക്കം പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ്. അതേസമയം കേസിൽ EDയുടെ പ്രാഥമിക വിവരശേഖരണം നടന്നു. തട്ടിയെടുത്ത പണം പ്രതി വിദേശത്തേക്കടക്കം കടത്തിയെന്നാണ് EDയുടെ സംശയം. തട്ടിയെടുത്ത പണം എന്തു ചെയ്തുവെന്നും തട്ടിപ്പിന് ഉപയോഗിച്ചിരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതിന്റെ ഭാഗമായി ആരോപണം നേരിടുന്ന രാഷ്ട്രീയക്കാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും. പ്രതിയുടെ അനധികൃത സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചു. തട്ടിപ്പ് നടത്തിയ പണം ഉപയോഗിച്ച് പ്രതി ഇടുക്കി ജില്ലയിൽ വാങ്ങിക്കൂട്ടിയ ഭൂസ്വത്തുക്കൾ പോലീസ് കണ്ടെത്തി. കുടുംബക്കാരിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ് അടുത്ത അന്വേഷണം. തട്ടിപ്പിന് ശേഷം അനന്തകൃഷ്ണൻ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചെന്ന് EDയുടെ വിവരശേഖരണത്തിൽ കണ്ടെത്തി. തട്ടിപ്പ് പുറത്തറിഞ്ഞതിനു ശേഷവും പ്രതി ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു. പണം നഷ്ടപ്പെടില്ലെന്നും തിരികെ നൽകുമെന്നും ക്യാമ്പയിൻ നടത്തി. കേസിൽ ഒരു വലിയ ശൃംഖല തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് കോടതിയുടെയും വിലയിരുത്തൽ. NGOകളിൽ പങ്കാളികളായവരാണ് തട്ടിപ്പ് നടത്തിയതെന്നും കേസന്വേഷണം നടന്ന് സത്യം പുറത്തുവരുമെന്നും അനന്തകൃഷ്ണൻ പറഞ്ഞു. കേസിന്റെ അന്വേഷണം വൈകാതെ തന്നെ ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും. തട്ടിപ്പ് പണം ഉപയോഗിച്ച് അനന്തകൃഷ്ണൻ വാങ്ങിയ ആഡംബര കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. CSR ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രതി അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയത് ലാലി വിൻസെന്റ് എന്ന് സായ് ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാർ. കേസിൽ ആനന്ദകുമാർ 2ാം പ്രതിയാണ്. 8 വർഷം മുൻപാണ് ഇരുവരും കാണാൻ വന്നതെന്നും ആനന്ദകുമാർ പറഞ്ഞു. സായ് ട്രസ്റ്റിന് CSR ഫണ്ട് വാഗ്ദാനം ചെയ്തായിരുന്നു സന്ദർശനം. ഇടപാട് നടന്നിട്ടില്ലെന്നും ആനന്ദകുമാർ പറഞ്ഞു. CSR ഫണ്ട് സ്കൂട്ടർ തട്ടിപ്പിൽ ഇരയാക്കപ്പെടുകയായിരുന്നുവെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. CSR ഫണ്ടിലാണ് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകുന്നതെന്നാണ് തന്നെയും വിശ്വസിപ്പിച്ചിരുന്നത്. പ്രമുഖർ പലരും ഇതിന്റെ ഭാഗമാകുമ്പോൾ സംശയിക്കാൻ സാഹചര്യങ്ങളില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വിതരണം ചെയ്യുന്ന ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള പണം ഞങ്ങൾ കൃത്യമായി ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കണക്ക് CSR ഫണ്ട് തട്ടിപ്പിൽ കോൺഗ്രസ് ഉണ്ടെന്ന് കാണിക്കാനാണ് ലാലി വിൻസെന്റിനെ പ്രതിയാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമോപദേഷ്ടാവിനെതിരെ എങ്ങനെ കേസെടുക്കുമെന്നും VD ചോദിച്ചു. അമ്മ അനന്തപുരിയിലേക്ക്.
തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവം ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കും. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ ദിവ്യ സാന്നിധ്യത്തിലാണ് ആഘോഷം. അമൃതോത്സവ ദിനങ്ങളിലെ പൂജാക്രമങ്ങളും അമ്മയുടെ ദർശന സമയവും മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി വിശദമാക്കി. അമൃതോത്സവ കമ്മിറ്റി ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു 10-10:30 അമ്മ സ്റ്റേജിൽ വരും. വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് ആരാർപ്പണം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ഭജന സത്സംഗമൊക്കെ തുടങ്ങും. ഭജന സത്സംഗം, ധ്യാനം, അത് കഴിഞ്ഞ് ദർശനം. ഇത് ഏകദേശം ഉച്ചയോട് കൂടിയായിരിക്കും അമ്മയുടെ ദർശനം ആരംഭിക്കുന്നത്. പിന്നെ രാത്രി വൈകോളം നേരത്തെയൊക്കെ നീണ്ടു നിൽക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ എത്ര സമയം അമ്മ ഇരിക്കാൻ അമ്മയുടെ പരിപാടി നീണ്ടു നിൽക്കുന്ന അറിഞ്ഞുകൂടാ. എന്തായാലും സാധാരണ രാത്രി വരെ തുടരുന്നതാണ്. ഇത് 2 ദിവസത്തെ പരിപാടി ഇങ്ങനെ തന്നെയായിരിക്കും. വരുന്ന എല്ലാവർക്കും നമ്മളവിടെ അന്നദാനത്തിന് സൗകര്യമുണ്ട്. 3 നേരവും ഭക്ഷണം അവിടെ കിട്ടും. വനിതാ സ്വാശ്രയ സംഘങ്ങളുണ്ട്. ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് ഏകദേശം 5000-ഓളം വനിതാ സ്വാശ്രയ സംഘ അംഗങ്ങളുണ്ട്. അവർക്കുള്ള പ്രവർത്തന മൂലധനത്തിൻ്റെ വിതരണം ഉണ്ടാവും. അത് സാധാരണ അവരുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് നേരിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ അവർക്ക് എല്ലാ വർഷവും ഒരു വസ്ത്ര വിതരണമുണ്ട്, സാരി വിതരണം നമ്മൾ കൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്ക്. അപ്പോൾ അത് 2 ദിവസമായിട്ട് അതും നടക്കുന്നതാണ്. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിൽ പ്രത്യേക പൂജകളുണ്ടാകും. മഹാശനി പൂജയിലും മഹാരാഹു പൂജയിലും എല്ലാ ഭക്തർക്കും പങ്കെടുക്കാം. ക്ഷേത്രങ്ങളിൽ നടത്താറുള്ള വിശേഷാൽ പൂജകളായ മഹാശനി പൂജയും മഹാരാഹു പൂജയും മന്ത്രങ്ങൾ ഉരുവിട്ട് ഭക്തർക്ക് തന്നെ ചെയ്യാനുള്ള സൗകര്യമാണ് കൈമനം ബ്രഹ്മസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. ഫെബ്രുവരി 8 രാവിലെ 7 മഹാശനി പൂജ. മഹാരാഹു പൂജ ഫെബ്രുവരി 9 രാവിലെ 7 മണിക്ക് നടക്കും. ചടങ്ങുകളെക്കുറിച്ച് കൈമനം ആശ്രമം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി അമൃതാവാർത്തകളോട്. ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിലെ ഒരു പ്രധാന പൂജ, പ്രത്യേകിച്ച് അമ്മയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ശനി പൂജയും രാഹു പൂജയുമാണ്. സാധാരണ എല്ലാവരുടെയും ജീവിതത്തിൽ ശനിയും രാഹുവൊക്കെ ബാധിക്കാത്തവർ ജീവിതത്തിൽ കുറവായിരിക്കും. മാത്രമല്ല, ഈ ജ്യോതിഷം അറിയുന്നവർക്ക് അറിയാം, ഈ മാർച്ച് മാസത്തിൽ ശനിയും മെയ് മാസത്തിൽ രാഹുവും ഇതിൻ്റെ രാശി മാറുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ജീവിതത്തിലൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ പരമാവധി കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഗ്രഹദോഷ നിവാരണ പൂജകൾ അമ്മയുടെ സാന്നിധ്യത്തിൽ ബ്രഹ്മസ്ഥാനത്ത് നടക്കുന്നത്. ഇപ്പോൾ വളരെ പേര് ഒന്നിച്ച് ചേർന്നിരുന്ന് അവരവർ തന്നെ മന്ത്രം ജപിച്ചിട്ട്, അതും ഒരു ദേവതാ പൂജയല്ല അവിടെ ചെയ്യുന്നത്, പരമാത്മാവിനെ സങ്കല്പിച്ചിട്ടാണ് അവർ സ്വയം മന്ത്രം ജപിച്ച് പൂജ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും അവരവർക്ക് തന്നെ കിട്ടും. ഇത്രയും പേർ ഒന്നിച്ച് ചെയ്യുന്നതുകൊണ്ട് അത്രയും പേരുടെ ആ മന്ത്രശക്തി, ആ തരംഗങ്ങൾ വളരെ വലിയൊരു സാന്നിധ്യം അവിടെ ഒരു ഊർജ്ജം അവിടെ സൃഷ്ടിക്കും. അതും പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് നല്ലതാണ്. പൂജയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തർ മുൻകൂട്ടി ടോക്കൺ വാങ്ങേണ്ടതാണ്. ഇതുകൂടാതെ മഹാഗണപതി ഹോമം, നവഗ്രഹ ഹോമം, തിലഹോമം, കർഗഹോമം, സ്വയംവര പൂജ, മഹാലക്ഷ്മി പൂജ, സരസ്വതി പൂജ, ശിവശക്തി പൂജ, ലക്ഷ്മി നാരായണ പൂജ, ഉമാമഹേശ്വര പൂജ, ധന്വന്തിരി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, ശിവശക്തി ഹോമം, നാരായണ പൂജ, സുബ്രഹ്മണ്യ പൂജ, കാർത്തിക പൂജ, മഹാസുദർശന ഹോമം, ദുർഗാ പൂജ, കാളി പൂജ, ഭുവനേശ്വരി പൂജ, ഭഗവതി സേവ എന്നിവയും ഉണ്ടാകും. അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാന പരിശീലനവും ഉണ്ടാകും. ഒപ്പം ഭജനയിലും സത്സംഗത്തിലും ഭക്തർക്ക് പങ്കെടുക്കാം. ബ്രഹ്മസ്ഥാന മഹോത്സവത്തിനെത്തുന്ന ഭക്തർക്ക് യാത്രാ സൗകര്യവും ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അമ്മ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിനായി കൈമനം ആശ്രമത്തിലെത്തുന്നത് തിരുവനന്തപുരം നിവാസികൾക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണെന്ന് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ഒ രാജഗോപാൽ പറഞ്ഞു. അമ്മയെ കാണുന്നത് പോലും വലിയ ഭാഗ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും കാത്തിരിക്കുന്നു നമ്മുടെ വരവിന് വേണ്ടിയിട്ട്. അതിൽ നമ്മളൊക്കെ പങ്കാളികളാണ്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ എല്ലാം ഇത് വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കുമോ അതിനൊക്കെ വേണ്ടി ഭക്തന്മാരും മുന്നോട്ട് വരും. അതാരും ക്ഷണിക്കൊന്നും വേണ്ട. തിരുവനന്തപുരത്തുള്ള നമ്മുടെ ആശ്രമത്തിൽ തന്നെ കൈമനം ആശ്രമം എന്ന് പറയുന്ന ആ ആശ്രമത്തിൽ തന്നെ വരാൻ നോക്കുന്ന അവസരത്തിൽ ഇതിവിടെയുള്ള കൂട്ടർക്ക് വലിയൊരു ഭാഗ്യമാണ്.
അമ്മയെ കാണുന്നത് തന്നെ ഒരു സന്തോഷം, നമ്മുടെ അനുഗ്രഹം നേരിട്ട് വാങ്ങുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ആ ഭക്തന്മാർക്ക് തൻ്റെ സ്വന്തം പ്ലേസ്, സ്വന്തം സ്ഥലത്ത് തന്നെ കാണാൻ അവസരം കിട്ടുന്നു എന്നുള്ളത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി തിരുവനന്തപുരത്ത് എത്തുന്നത് നാടിനു തന്നെ ഐശ്വര്യമാണെന്ന് പൂയം തിരുനാൾ ഗൗരി പാർവതിഭായി തമ്പുരാട്ടി പറഞ്ഞു. 5 വർഷത്തിന് ശേഷം അമ്മയെത്തുമ്പോൾ ആ അനുഗ്രഹ പുണ്യത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണെന്നും ഗൗരി പാർവതിഭായി തമ്പുരാട്ടി പറഞ്ഞു. 5 വർഷത്തിന് ശേഷം വീണ്ടും ഒരു അമൃതോത്സവം തിരുവനന്തപുരത്തേക്ക് വരികയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെ അമ്മയുടെ വരവ് കാത്തിരിക്കുകയാണ്. നല്ല ആളുകൾ ഒരു സന്ദർശനത്തിന് വരികയാണെങ്കിൽ ആ നാടിന് തന്നെ ഒരു നന്മയാണ്. അതുമാത്രമല്ല, അമ്മയെ കാണാൻ വരുന്ന എത്രയോ ഭക്തജനങ്ങൾ, അതൊരു സജ്ജന സംഗമവുമാണ്. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഭഗവാൻ അമ്മയ്ക്ക് നല്ല ആയുസ്സും ആരോഗ്യവും കൊടുത്ത് ഇനിയും ഇതുപോലെ ധാരാളം കുട്ടികളെ സന്തോഷിപ്പിക്കാനായിട്ട് വരാനായിട്ട് ഒരവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ വരവിനായി ഭക്തർക്കൊപ്പം താനും കാത്തിരിക്കുകയാണെന്ന് എൻ പ്രശാന്ത് IAS. എല്ലാവരുടെയും വേദനയൊപ്പി ആശ്വാസമാവുകയാണ് അമ്മയെന്നും അദ്ദേഹം പറഞ്ഞു. നീണ്ട 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അമ്മ അനന്തപുരിയിലേക്ക് വരികയാണ്. ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ വിഷമവും അവരുടെ സങ്കടങ്ങളും അവരുടെ വേദനകളും ഒക്കെ ഒപ്പി അവർക്ക് ആശ്വാസം നൽകുന്ന ആ ഒരു മുഹൂർത്തം നമുക്ക് അനന്തപുരി നിവാസികൾക്ക് ഇല്ലാതായിട്ട് കുറച്ച് വർഷങ്ങളായി. സാധാരണക്കാരായിട്ടുള്ള തിരുവനന്തപുരക്കാർക്ക് വേണ്ടി അമ്മ വരികയാണ് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി, തിരുവനന്തപുരക്കാരുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ പേരിലും അമ്മയ്ക്ക് സ്വാഗതം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അമ്മയുടെ വരവിനായി അനന്തപുരിയും ഭക്തരും കാത്തിരിക്കുകയാണെന്ന് സംസ്കൃത പണ്ഡിതനും അധ്യാപകനുമായ K. ഉണ്ണികൃഷ്ണൻ. 5 വർഷങ്ങൾക്ക് ശേഷം അമ്മയെത്തുമ്പോൾ ഭക്തർക്ക് പുണ്യ നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. ശരിക്കും യുഗ ആചാര്യ തന്നെയാണ്. യുഗാചാര്യയായിട്ടുള്ള അല്ലെങ്കിൽ യുഗാവതാരമായിട്ടുള്ള അമൃതാനന്ദമയി ദേവി കുറേ വർഷങ്ങൾക്ക് ശേഷം, കൊറോണ കാലത്തിന് ശേഷം അനന്തപുരിയിലേക്ക് എത്തുകയാണ്. കൈമനത്ത് ബ്രഹ്മസ്ഥാനത്തുള്ള ആ ബ്രഹ്മോത്സവത്തിൽ പങ്കെടുക്കുവാനായിട്ട് 8, 9 തീയതികളിൽ ശ്രീപത്മനാഭ സന്നിധിയിലേക്ക് വരികയാണ് അമ്മ. അമ്മയുടെ ഭക്തജനങ്ങളെല്ലാവരും വളരെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. വരുന്ന 10,000-ങ്ങൾക്ക് എല്ലാവർക്കും ദർശനം നൽകിയിട്ട് ഒരാൾക്ക് പോലും അമ്മയെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു പ്രയാസമില്ലാതെ എല്ലാവരെയും അമ്മ പുൽകി അനുഗ്രഹിക്കുന്ന ഒരു സൗഭാഗ്യ സന്ദർഭമാണിത്. ഓരോ ഭക്തൻ്റെയും ഉള്ളിൽ എന്തെല്ലാമാണോ പ്രയാസങ്ങൾ അമ്മയോട് പറയാനുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അമ്മയിൽ നിന്നും ഏതൊക്കെ പ്രശ്നങ്ങൾക്കാണോ പരിഹാരം ഉദ്ദേശിക്കുന്നത്, ആ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായിരിക്കും അമ്മയുടെ സത്സംഗം. അമ്മ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിനായി തിരുവനന്തപുരത്തെത്തുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. അമ്മയുടെ സന്ദർശനം ആത്മീയ ചൈതന്യത്തിന്റെ അവസരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്തജനങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു വാർത്തയാണ്. 5 വർഷങ്ങൾക്ക് ശേഷം മാതാ അമൃതാനന്ദമയി ദേവി തിരുവനന്തപുരത്ത് എത്തുകയാണ്. അമ്മയുടെ സന്ദർശനം, കൈമനം ആശ്രമത്തിലേക്ക് അമ്മ വരുന്നത് കാത്തിരിക്കുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു അനുഭവമാണ്. ഈ ദിവസങ്ങൾ, അമ്മയുടെ സന്ദർശനം നടക്കുന്ന ഈ ദിവസങ്ങൾ വലിയൊരു ആത്മീയ ചൈതന്യത്തിനും ആത്മീയ അനുഗ്രഹത്തിനും ഉള്ള സാഹചര്യമാണ്. ഭക്തജനങ്ങൾ നിങ്ങളുടെ ആത്മീയ വിശ്വാസത്തിൽ ഏറ്റവും സന്തോഷിക്കുകയാണ്. പ്രിയപ്പെട്ട അമ്മയുടെ, ഏറ്റവും പ്രിയപ്പെട്ട അമ്മയുടെ ഈ വരവിനെ, ഇതിനുവേണ്ടി ഒരുങ്ങുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.
തനത് വരുമാനം ഉയരാതെ സംസ്ഥാനത്തിന് കടക്കെണിയിൽ നിന്ന് മോചനമുണ്ടാകില്ല എന്നതാണ് ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി KN ബാലഗോപാലിന് മുന്നിലെ പ്രധാന വെല്ലുവിളി. കേന്ദ്ര ഗ്രാന്റിനെയും നികുതി വിഹിതത്തെയും വായ്പയെയും കൂടുതലായി ആശ്രയിക്കുന്ന വികലമായ സാമ്പത്തിക മാനേജ്മെന്റിൽ മാറ്റം വരുത്തിയേ മതിയാകൂ. തനത് വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള പദ്ധതികൾ ബജറ്റിൽ എത്രത്തോളം കാര്യക്ഷമമായി പ്രഖ്യാപിക്കുമെന്നതാണ് അറിയേണ്ടത്. സംസ്ഥാനത്തിന്റെ പൊതുകടം ഓരോ വർഷവും കൂടി വരുമ്പോൾ കേന്ദ്ര നയങ്ങളെ മാത്രം പഴിചാരി രക്ഷപ്പെടുകയാണ് കേരളം. കേന്ദ്രം വെട്ടിക്കുറച്ച ഗ്രാന്റുകളുടെയും വായ്പാ പരിധിയുടെയും കണക്കുകൾ നിരത്തി കുറ്റപ്പെടുത്തുന്ന വേളയിൽ എന്തുകൊണ്ട് തനത് വരുമാനം കൂട്ടാനാകുന്നില്ല എന്നതും ചിന്തിക്കണം. നടപ്പു സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന്റെ ആകെ തനത് വരുമാനം 1,03,239 കോടിയാണ്. എന്നാൽ പലിശ, ശമ്പളം, പെൻഷൻ എന്നീ 3 ഇനങ്ങളിലുള്ള ചെലവാകട്ടെ 97,997 കോടിയോളമുണ്ട്. ബാക്കിയുള്ളത് 5,242 കോടി രൂപ മാത്രം. ഈ തുക കൊണ്ടാണ് ഒരു വർഷത്തെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും നടത്തേണ്ടത്. എങ്ങനെ മുന്നോട്ടു പോകാനാകുമെന്ന ചോദ്യം ഉയരുന്നു. അപ്പോൾ കേന്ദ്രത്തെ ആശ്രയിച്ചേ മതിയാകൂ. അവിടെയാണ് ഇതിനേക്കാൾ പ്രതിസന്ധി. കേന്ദ്രവിഹിതമായി ഈ വർഷം കിട്ടിയത് 35,415 കോടി രൂപ. പൊതുവായ്പയാകട്ടെ 35,988 കോടിയും. ഇതിന്റെ പലിശയായി നൽകേണ്ടി വരുന്നത് 28,694 കോടിയാണ്. അപ്പോഴും സംസ്ഥാനത്തിന് മിച്ചം പിടിക്കാനാകുന്നത് 7,294 കോടി രൂപ മാത്രം. ഇതുകൊണ്ട് ഒരു വർഷം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ചോദ്യം സാമ്പത്തിക വിദഗ്ധർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കേന്ദ്രത്തെ കൂടുതലായി ആശ്രയിക്കുന്ന വികലമായ സാമ്പത്തിക മാനേജ്മെന്റിൽ ഇനിയെങ്കിലും മാറ്റം വരുത്തിയേ മതിയാകൂ. തനതു വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകണം. ഇതിനായി കാര്യക്ഷമമായ പദ്ധതികൾ പ്രഖ്യാപിക്കണം. അതിന് കഴിയാത്തിടത്തോളം കാലം വൻ കടക്കണിയിലേക്കാകും സംസ്ഥാനം ഇനിയും മുന്നോട്ടു പോകുക. ആൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയം. 249 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 38.4 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിലാണ് ജയിച്ചത്. അർദ്ധ സെഞ്ചുറി നേടിയ ശുഭ്മാൻ ഗിൽ, ശ്രേയസ് അയ്യർ, അക്സർ പട്ടേൽ എന്നിവരുടെ പ്രകടനമാണ് ഇന്ത്യക്ക് ജയം സമ്മാനിച്ചത്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് 47.4 ഓവറിൽ 248 റൺസിന് ഓൾ ഔട്ടായി. 52 റൺസ് എടുത്ത ബട്ട്ലറാണ് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ. ജേക്കബ് ബീതൽ 51 റൺസ് എടുത്തു. ഇന്ത്യക്കായി ഹർഷിത് റാണയും രവീന്ദ്ര ജഡേജയും 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.